ദുരാഗ്രഹത്തിനും ആർത്തിക്കും അത്യാർത്തിക്കും വേണ്ടി പ്രകൃതിയിൽ അതിരുവിട്ട് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു സാർ. അവൻ തിരിച്ചു വരാനാണ് കഴിയില്ല. കാരണം അവൻ്റെ എന്താ പറയുക, മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാനുള്ള സാധ്യത നഷ്ടപ്പെട്ടു. APJ പറഞ്ഞിരുന്നു 30 വർഷം കൊണ്ട് ഭൂമി വാസയോഗ്യമല്ലാത്ത ഗൃഹമായി മാറും. നമ്മൾ അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. അവന് എന്താ പറയുക, അവൻ്റെ ആവശ്യത്തിനല്ല ചെയ്തിരിക്കുന്നത്. ആഗോളതാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിന്യ സംസ്കരണം കൊണ്ട് മാത്രം വന്നതാണ്. മാലിന്യ സംസ്കരണമില്ലായ്മയാണ് ആഗോളതാപനത്തിന്റെ ഫലമാണ് നമ്മളിവിടെ അനുഭവിച്ചത്. ഇത് മാൻമെയ്ഡാണ് സാർ. ഇത് മനുഷ്യനിർമ്മിതമാണ്. ഭൂമിയുടെ ചൂട് കൂടിയിട്ട് കടൽവെള്ളം ആവിയായിട്ട് ഇത് പെയ്ത് തീർക്കാണ്. ഇനി ഈ വർഷം എവിടെ പെയ്ത് തീർക്കുന്നൊന്നും പറയാൻ പറ്റില്ല. എന്നിട്ടും മനുഷ്യൻ പഠിക്കുന്നില്ല. ഇനി ദിസ് ഈസ് ബിഗിനിങ് സാർ. ഇതിനി തുടർന്നുകൊണ്ടിരിക്കുക, പോയിക്കൊണ്ടിരിക്കുക. അവൻ എങ്ങോട്ട് പോകുന്നു പോലും അവൻ അറിയുന്നില്ല. 14 ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് ഉണ്ട് കടലിന്റെ അടിയിൽ ഒഴുകിയെത്തിക്കുന്നു. അതെങ്ങനെ പെറുക്കുന്നതാണ് സാറ്റലൈറ്റ് ചിന്തിക്കുന്നത്? അതെങ്ങനെ? അത്യാവശ്യത്തിനാണ് ഭൂമിയിൽ ലോകാവസാനം വരെ നമുക്ക് ജീവിക്കാനുണ്ട്. ഈ രീതിയിൽ പോകുകയാണെങ്കിൽ APJ പറഞ്ഞിടത്ത് എത്തൂല സാർ. APJ 30 വർഷം പറഞ്ഞുള്ളൂ. 30 വർഷത്തിന്റെ ഒരു പകുതി പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 15 വർഷം കൊണ്ട് നമ്മൾ ഏകദേശം ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇനിയും പ്രളയം വരാതിരിക്കുന്നു. കൊറോണ എല്ലാം പഠിക്കൂല, പ്രണയത്തിലും പഠിക്കൂല. ഇനി മനുഷ്യൻ പഠിക്കൂല സാർ. നരവംശത്തിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ലോക്ക്ഡൌൺ ആണ് ഇതിലും കഷ്ടം. ഇങ്ങനെയാണ് ലോക്ക്ഡൌണിൽ കൊറോണയെ കുറിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. ഗംഗാജലം തെളിഞ്ഞിരിക്കുന്നു. ഡൽഹിയിൽ നിന്ന് നീലാകാശം കാണാം സാർ. ഓസോൺ സുഷിരങ്ങൾ അടയാൻ തുടങ്ങി. മീനുകൾ തെളിയാൻ തുടങ്ങി. മനുഷ്യൻ ആത്മപരിശോധനയില്ല, വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നില്ല, സ്വയം ചിന്തിക്കുന്നില്ല. അവൻ്റെ ആഗ്രഹം, ദുരാഗ്രഹം, ആർത്തി, അത്യാർത്തി എന്നിട്ടും അവന് മതിയാകുന്നില്ല. നീര് വിറ്റമ്മ തൻ മാറുവിറ്റു, ക്ഷീരവും കറവ കണക്ക് വിറ്റില്ലേ. ഇനി വരും നൂറ്റാണ്ടിൽ ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ നിങ്ങളോടുള്ള നിങ്ങളെ കണ്ട് നിങ്ങളുടെ സൗഹൃദത്തിൽ നമ്മൾ സംസാരിക്കും. ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല സാർ. ഇതാണ് അടുത്ത തലമുറക്ക് ഒന്നും അറിയില്ല. നീർക്കോലി ഏതാണെന്നറിയില്ല, മരക്കോലി ഏതാണെന്നറിയില്ല, നെല്ലറിയില്ല, പുല്ലറിയില്ല, കാർഷിക സംസ്കൃതി അറിയില്ല. വനമായിട്ട് തന്നെ സംരക്ഷിക്കണം. കാർഷിക സംസ്കൃതി നിലനിർത്തണം. പുതിയ തലമുറേനെ കൃഷി പഠിപ്പിക്കണം. പുതിയ തലമുറേനെ ആയോധന വിദ്യാഭ്യാസം കൊടുക്കണം. സയൻസ് ആൻഡ് ടെക്നോളജി കൊടുക്കണം. ഇതൊന്നും ഇനി നടക്കില്ല. ഞാൻ പ്രാന്തനാകുള്ളൂ. അതെനിക്കറിയാം. എൻ്റെ കോങ്കണ്ണ് ഞാൻ കണ്ടു, മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇവിടെ ഒതുങ്ങി, ഈ വനത്തിൽ ഒതുങ്ങി സ്വസ്ഥമായിട്ട് ജീവിക്കുക. കാരണം എനിക്ക് വിശ്രമിക്കണം. കാരണം നമ്മൾ പറ്റാത്ത പണിക്ക് നിൽക്കരുത്. നമ്മളൊരു കാര്യം ചെയ്യുക, നമ്മൾ പറയുന്ന പറ്റുന്ന പണിക്ക് നിൽക്കുക. ഈ പറ്റാത്ത പണിക്ക് നിൽക്കരുത്. നരവംശത്തിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. സഖാവ് വിജയൻ പറഞ്ഞു, മുഖ്യമന്ത്രി ആയിട്ട് ഇപ്പോൾ 4 വർഷമായി. അടുത്ത വർഷം അദ്ദേഹം വീണ്ടും സഖാവാകും. അത് വേറെ കാര്യം. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പറഞ്ഞാൽ മനസ്സിലാകാത്തവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പുതിയ തലമുറയ്ക്ക് ഇതൊന്നും അറിയില്ല. പുതിയ തലമുറയ്ക്ക് കുരുമുളക് അറിയില്ല, കാപ്പി അറിയില്ല, മുളക് അറിയില്ല, നെല്ലറിയില്ല, പുല്ലറിയില്ല. ഇനി അറിഞ്ഞാൽ അവിടെ പോകണമില്ല. ഇനി മാറൂല്ല സാർ. മാറൂല്ല. ചിലപ്പം ഈ നാരായണത്ത് ഭ്രാന്തന്റെ പരിപാടിയുണ്ട്. ഈ സ്വാർത്ഥ സിംഹാസനത്തിനെ കടലെടുക്കും. അതിൽ നിന്നും ഒരു പുതിയ തലമുറ ഉയർത്തി. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരികയായിരിക്കും. ഇതാണ് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ പ്രകൃതിയിൽ. കാരണം ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിൽ പ്ലാസ്റ്റിക് യുഗം, പ്ലാസ്റ്റിക് യുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗം. ഇതങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾക്ക് തടുക്കാൻ പറ്റില്ല സാർ. പ്ലീസ്, നമ്മൾ ദയനീയമായിട്ട് പരാജയപ്പെട്ടു പോകും. ഇത് തടുക്കാൻ പറ്റില്ല നമുക്ക്. നമ്മളുൾപ്പെടെയുള്ളവർ പ്ലാസ്റ്റിക് കവറും കുപ്പിച്ചില്ലും പഴംതുണികളും ഭൂമിയിൽ ഉപേക്ഷിച്ചതിൻ്റെ അനന്തരഫലമാണ് ഇവിടെ അനുഭവിച്ചത്. പച്ചക്കാട് വയനാട് ജില്ലേൻ്റെ കണ്ണായി പോയത്. സാർ മരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോകുന്ന സാറിൻ്റെ കണ്ണ. ഇവിടെ പെയ്ത മഴയുടെ, അതായത് വേൾഡ് വാർമിങ്ങിൽ വെള്ളം ആവിച്ച് മേഘമായി രൂപപ്പെട്ട് ഈ മേഘം എവിടെയും പെയ്ത് തീർത്തേ പറ്റുമോ? എനിക്കൊരു ദയനീയ ചിത്രം അങ്ങനെ എനിക്ക് പറയാനുള്ളത്. ഒരു പ്ലാസ്റ്റിക് പെറുക്കാൻ ഒരാളില്ല, ഒരു പഴംതുണി പെറുക്കാൻ ആളില്ല, ഒരു റോട്ടിൽ ഒരു മരം വെച്ച് പിടിപ്പിക്കാൻ ആളില്ല സാർ. ഒരു മരത്തായി നച്ചു പിടിപ്പിക്കാൻ ഓരോരോ വർഷവും ഗവൺമെന്റ് 10,000 കണക്കിന് തൈ ഇവിടെ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും തൈ വളർന്നു വലുതായി സാറിന് കാണിച്ചു തരുമോ? റോഡ് സൈഡ് നോക്കിനെ ഇവനിത് എങ്ങോട്ട് എല്ലാവരും പൊട്ടനല്ല. പിന്നെ സീസർ പറഞ്ഞില്ലേ, എഴുത്തുകാരനാ സീസർ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പൊട്ടനല്ല. ഇത് ശ്രദ്ധിക്കുന്നവനുണ്ട്. നമ്മളെന്ത് ചെയ്യുന്നത്? നിങ്ങളെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്നലെയുള്ള തലമുറേൻ്റെ ഇന്ന് വായ്പ വാങ്ങിയതാണ് ഈ വസ്തു. നിങ്ങൾക്ക് ഉപയോഗിച്ച് നാളെ കടം കൊടുക്കാനുള്ളതാണ്. ഇത് നമ്മൾക്ക് വികൃതമാക്കാനുള്ളതല്ല. മനുഷ്യനെന്ന വികൃത വിരൂപിയ ജീവിക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള സാധ്യത നഷ്ടപ്പെട്ടു.
സാധനം നഷ്ടപ്പെട്ടു സാർ. എനിക്ക് ഞാൻ പറഞ്ഞാൽ എന്നെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യാൻ എൻ്റെ പേര് കേസ് എടുക്കും, അതൊക്കെ എനിക്കറിയാം. കാരണം പക്ഷേ ഞാൻ കറക്റ്റായിട്ട് എനിക്ക് നിങ്ങളോട് പറയേണ്ടതുണ്ട്, നിങ്ങളോട് എനിക്ക് തുറന്ന് സംസാരിക്കേണ്ടതുണ്ട്. എല്ലാ സമയത്തും എനിക്കിങ്ങനെ സംസാരിക്കാൻ ചാൻസ് കിട്ടില്ല. കാരണം ഞാൻ ഇപ്പം നിങ്ങളെ വന്നപ്പോൾ ഒരു പ്രത്യേക മാസ്മരികതയിൽ വന്നുകൊണ്ട് ഞാൻ വാചാലനായി പോവുക. കാരണം എൻ്റെ വാചാലനത ഞാൻ എന്നിൽ തന്നെ ഒതുങ്ങുകയാണ് സാർ, എന്നിൽ തന്നെ ഒതുങ്ങുക. കാരണം എനിക്ക് മനസ്സിലായി, കാരണം നമ്മളെന്തിനാ വെറുതെ ഒരു കുറ്റവാളി ആവുന്നില്ല, എനിക്ക് എന്നിൽ തന്നെ ഒതുങ്ങാണ്, കാരണം എനിക്ക് വളരെ വളരെ വേദന ഉണ്ട്, സാർ, വളരെ വേദന ഉണ്ട്. കാരണം നമ്മളിങ്ങനെ ആവുകയാണ്, ഇങ്ങനെ ആയല്ലോ, ഇനിയും ഇങ്ങനെ ആവുകയാണല്ലോ. ദുരമൂത്തു നമ്മൾക്ക് പുഴ കറുത്തുല്ലേ, ചതിമൂത്തു നമ്മൾക്ക് മലവെളുത്തു, തിരമുത്തമുറ്റോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. നരവംശം പഠിക്കുന്നുണ്ടോ സാറേ? പഠിക്കുന്നുണ്ടോ അവൻ? ഈ 2018 പ്രളയത്തിലെ കടലിലുള്ള കംപ്ലീറ്റ് പ്ലാസ്റ്റിക് കവറും എടുത്തിട്ട് പുറത്തിട്ട് കിടത്തി, എന്നിട്ട് പഠിച്ചില്ല. ഇപ്പം ഇനി വരാനിരിക്കുന്നു കൊറോണ പ്രളയവും കൂടി ആകുമ്പം ഇനി വെയിറ്റ് ആൻഡ് സീ എന്താ സംഭവിക്കുന്നത്. അതല്ലേ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. മനുഷ്യൻ എന്ന വികൃത വിരൂപിക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള സാധ്യത നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഇവിടെ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് RDO ഓഫീസേഴ്സ് വന്ന് ഞാൻ അവരോടും പറഞ്ഞതാണ്, കാരണം തുറന്ന് പറഞ്ഞു. കാരണം ഇങ്ങനെ എന്നിട്ടും പ്ലാസ്റ്റിക് കവറും കുപ്പിച്ചിൽ ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്നും ഇട്ടുകൊണ്ടിരിക്കും, നാളെ ഇട്ടുകൊണ്ടിരിക്കും, മറ്റന്നാളും ഇട്ടുകൊണ്ടിരിക്കും. ഗ്രീൻ സിറ്റിന്റെ ഇതിൽ വന്നിട്ട് ഓഫീസേഴ്സ് വന്നിട്ട് പാർട്ടി നടത്തിയിട്ട് ആ പ്ലാസ്റ്റിക് കവറും കുപ്പിച്ചില്ലോ അതല്ല പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇവിടെ അവിടെ ഉപയോഗിച്ചിട്ട് പോയി. ഇത് പുസ്തകത്തിൽ എഴുതി നോക്കുക. പുസ്തകത്തിൽ പശു പുല്ലിനില്ല സാറേ. നിങ്ങൾ പശുവിനെ പുല്ലരിഞ്ഞ് കുളിപ്പിച്ച് ജിയോഗ്രഫി നോക്കിയിട്ട് വളർത്തണം. അല്ലാണ്ട് പുസ്തകത്തിൽ പശുവിനെ പുല്ല് ഇങ്ങനെ അരിഞ്ഞിട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല. ഇനി എന്താ പറയുക, എനിക്ക് വളരെ വിഷമമുണ്ട്. കാരണം ഞാൻ മൗനത്തിലേക്ക് പോകണം. ഞാൻ അങ്ങേക്ക് നന്ദി, എനിക്കൊരു അവസരം തന്നില്ല. അങ്ങനെ നന്ദി അറിയിക്കുന്നു, എൻ്റെ കടപ്പാടും കൃതജ്ഞതയും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്